എഴുത്തുകാരനുമായ ഷഫീഖ് കടവത്തൂർ നിർവഹിച്ചു. വായനാ ക്വിസ്, വായനാ മത്സരം, ക്ലാസ് ലൈബ്രറി ഒരുക്കൽ, പുസ്തക ചർച്ച എന്നിവ നടന്നു. ജൂലൈ 5-ന് ലൈബ്രറി ദിന, ബഷീർ ദിന പരിപാടികൾ അഭിനേതാവും എഴുത്തുകാരനുമായ ശ്രീ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. ബഷീർ കൃതികളുമായി ബന്ധപ്പെട്ട് സ്കിറ്റ്, കഥാപാത്ര ആവിഷ്കാരങ്ങൾ, അനുസ്മരണം എന്നിവ നടന്നു. ജൂലൈ 21 ചാന്ദ്രദിനം ആചരിച്ചു. സയൻസ് റിസർച്ച് അധ്യാപകനായ ശ്രീ TC ദിലീപൻ മാസ്റ്റർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഓഗസ്റ്റ് 6-9 ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ ആചരിച്ചു. പോസ്റ്റർ രചന, ക്വിസ്, കൊളാഷ് നിർമ്മാണം, റാലി എന്നിവ നടത്തി. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. സെപ്റ്റംബർ 13-ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. സദ്യയും ഓണക്കളികളും ഒരുക്കി. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ പരിസരവും മറ്റും ശുചീകരിച്ചു. മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. നവംബർ 8-ന് ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടന്നു. ശുചിത്വ കേരള പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ സ്കൂളുകളും ഹരിത വിദ്യാലയമായി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ വാർഡ് കൗൺസിലർ ശ്രീമതി ഷീബ MM ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. കോടിയേരി ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന നടന്നു. കുട്ടികളുടെ കാഴ്ച പരിശോധനയും ആരോഗ്യ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂളിന്റെ പഠനയാത്ര ജനുവരി 16-17 തീയതികളിൽ എറണാകുളം വിനോദയാത്ര, എറണാകുളം വണ്ടർല, കൊച്ചി മെട്രോ മറ്റു തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശനം നടത്തി. സബ് ജില്ലാ അലിഫ് ടാലന്റ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ ആബാൻ ആസിഫ് 1ാം സ്ഥാനം നേടി. സബ് ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ മികച്ച നേട്ടം കൈവരിച്ചു. സബ് ജില്ലാ കലാമേളയിൽ തുടർച്ചയായ 3ാം വർഷവും അറബിക് സാഹിത്യോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടി. ജില്ലാ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. DIUPE സ്കൂൾ ശ്രദ്ധേയമായി. ഈ റിപ്പോർട്ട് വളരെ പരിമിതമായി, പരിമിതമായ സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഏതായിരുന്നാലും 2024-25 അധ്യയന വർഷത്തിൻ്റെ ഈ യാത്ര അവസാനിക്കാനിലെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഇനിയുള്ള ദിനങ്ങളിലും ഇനിയുള്ള വർഷങ്ങളിലും പ്രിയപ്പെട്ട എല്ലാവരുടെയും, രക്ഷിതാക്കളുടെ, നല്ലവരായ നാട്ടുകാരുടെ, സഹോദരങ്ങളുടെ, സുമനസ്സുകളുടെ സർവ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.